അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലല്ലാത്തൊരു ഞായറാഴ്ച ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. സാധാരണ ശനിയാഴ്ച ക്ലാസ്സും കഴിഞ്ഞ് എൻ്റെ പെട്ടിയും കിടക്കെടുത്ത് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാറുള്ളതാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് ചില സമയത്തൊക്കെ ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെയായിട്ട് ഞാൻ തന്നെയാണോ എന്നൊക്കെ ഓർത്തു. അങ്ങനെ പിന്നെ എൻ്റെ സ്കിൻ കെയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാനിരുന്നു. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെട്ടത്, തങ്ങളുടെ ഡ്രോയിങ്സും സാധനങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ പണ്ട് ഞാനും ചെയ്യാറുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് ബോട്ടിൽ ആർട്ടാണെന്ന് പറഞ്ഞ് കുറേ പറമ്പിൽ നിന്ന് കുപ്പിയൊക്കെ പെറുക്കി കുറേ കാടും ചെടിയൊക്കെ വരച്ച് വയ്ക്കുന്നത്. പിന്നെ പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ എല്ലാ സാധനങ്ങളും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയൊരു പേനയാണ്. അപ്പോൾ അതിനകത്ത് എന്തോ വിത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് 4 മുളകിൻ്റെ ആണെന്ന് തോന്നുന്ന വിത്ത് കിട്ടി. പിന്നെ കുറേ നേരം ഞാൻ അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നേച്ചു കേട്ടോ. രാവിലെ ഞാൻ നല്ലോണം വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പെരുമ്പാവൂരുള്ള അൽസാജിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു ബിരിയാണി പറഞ്ഞു, അവരെല്ലാവരും ഊണും ബാക്കി എന്തൊക്കെയോ കഴിച്ചു. ഫുഡെല്ലാം കഴിച്ച് മുകളിലിരുന്നപ്പോഴാട്ടോ താഴെ ഞാനൊരു വഴി കണ്ടത്. ചെന്നൊക്കെ ആദ്യം കാണിച്ച സ്ഥലത്തോട്ടുള്ള വഴിയായിരുന്നു. നല്ല രസമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അധികം നേരം നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. ഒന്നും പഠിക്കാനുണ്ടായിരുന്നു, രണ്ട് ഭയങ്കര വെയിലായിരുന്നു. അവിടെ നിന്ന് ഗ്രില്ലായിട്ട് തിരിച്ചു പോകേണ്ടി വന്നാനേ. അപ്പോഴാണ് ഞാനൊരു സാധനത്തിനെ കണ്ടതിനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ചേച്ചീനെ മിസ് ചെയ്തു, മിസ് ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ ചെന്നു. ആൻറ്റി വയറ് നിറച്ച് തന്നെ ഫുഡ് കഴിപ്പിച്ചൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ആൻറ്റി തരുന്നതിൽ ഞാൻ കഴിക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം. ടാറ്റ.